ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് 4 പേരെ വീണ്ടും രക്ഷാപ്രവർത്തകർ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭൂപ്രദേശത്തെ സംബന്ധിച്ച വിവരങ്ങളുടെ ലഭ്യതക്കുറവ് അല്ലെങ്കിൽ അറിവിന്റെ കുറവുണ്ട്. എന്തായാലും ഈ പ്രദേശത്തിന്റെ പേര് അങ്ങനെ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എടുത്തു പറയേണ്ടത് 4 ദിവസത്തിന് ശേഷം ഇങ്ങനെ 4 ജീവനുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ 4 പേര് ജീവനോടെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇവരെങ്ങനെയാണ് അതിജീവിച്ചത്, ഇവരുടെ ആരോഗ്യനില എപ്രകാരമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പങ്കുവെക്കാനുള്ളത് ഇത് തന്നെയാണ്. 4 പേരെ തിരച്ചിലിനിടെ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്ക് മറ്റ് സംഘങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ പോയിരുന്നതാണോ, ഒറ്റപ്പെട്ടു പോയിരുന്നതാണോ, ഈ 4 പേരുടെ സാഹചര്യം എന്താണ് എന്നതുൾപ്പെടെയുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഇനി ലഭ്യമാകേണ്ടത്. പക്ഷേ ഈ മണിക്കൂറിൽ പ്രത്യേകിച്ച് 4 ദിവസം പിന്നിടുമ്പോൾ ഇനി ആരും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നവർ ഇപ്പോൾ 4 പേരെ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വിശദാംശങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം? പക്ഷേ ഈ പടവെട്ടിക്കുന്നിലാണ് ഇപ്പോൾ 4 പേരെ കണ്ടെത്തിയിരിക്കുന്നത്. സൈന്യത്തിന്റെ തിരച്ചിലാണ് 4 പേരെ ജീവനോടെ കണ്ടെത്തിയത്. ഒരുപക്ഷെ ഇനി ആളുകൾ ഉണ്ടാകില്ല എന്ന ഒരു നിഗമനം ഉണ്ടായിരുന്നു. ഈ അപകട സ്ഥലത്ത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല, ജീവനോടെ ഇല്ല എന്ന ഒരു നിഗമനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിലും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ 4 പേരെ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ 2 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ്. ഈ വനിതകളിൽ ഒരാൾ യുവതി, കാലിന് പരിക്കുണ്ട് എന്ന വിവരമാണ് സൈന്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സൈന്യം എത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഹെലികോപ്റ്ററിന്റെ സേവനം അവിടെ ഉറപ്പാക്കിയിരുന്നു. ആളുകളെ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് മാറ്റിയിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. അങ്ങനെ പടവെട്ടിക്കുന്നിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന 4 പേരെയും എയർലിഫ്റ്റിലൂടെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നീക്കമാണ്. ഇതിൽ ഒരാൾക്കാണ് കാലിന് പരിക്കുള്ളത്, മറ്റുള്ളവരുടെ നില ഗുരുതരമല്ല എന്ന വിവരമാണ് സൈന്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, റൈറ്റ്. 2 പുരുഷന്മാർ 2 സ്ത്രീകൾ എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരം. ഇന്ത്യൻ ആർമിയുടെ വളരെ കൃത്യമായ സ്ഥിരീകരണം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ ഒരു യുവതിയുടെ കാലിന് ചെറിയ പരിക്കുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ. അതായത് 4ാം ദിവസം, അതായത് തിരച്ചിൽ ആരംഭിച്ച് 4ാം ദിവസമാണ് സൈന്യം ഇത്തരത്തിൽ 4 പേരെ കണ്ടെത്തിയിരിക്കുന്നത്. പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് ആയിരുന്നു ഈ 4 പേർ ഉള്ളത്. ഒരു പക്ഷേ ഇവർക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നിരിക്കാം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്രയും ദിവസം എന്തുകൊണ്ട് ഇവരെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല എന്നത് ഉൾപ്പെടെ അറിയേണ്ടതാണ്. എന്തായാലും വളരെ സന്തോഷകരമാകുന്ന, അതായത് ചുറ്റും കണ്ണീർ വാർത്തകൾ മാത്രമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഇങ്ങനെ ഒരു വിവരം തീർച്ചയായും സന്തോഷകരമാകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് തെരച്ചിൽ തുടരുന്ന സാഹചര്യം ഉണ്ട്. ഇനി ആരും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ പോലും ആണ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. പടവെട്ടിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ 4 പേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതായി സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണ് ഇവർക്ക് 4 ദിവസം അവിടെ തുടരേണ്ടി വന്ന സാഹചര്യം എന്നതിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള സ്ഥിരീകരണം എന്നത് ഇത് മാത്രം ആണ്. ഈ പടവെട്ടിക്കുന്ന് നിന്ന് 2 പേരെ രക്ഷപ്പെടുത്തി എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. വയനാടിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ശക്തമായ ഉരുൾപൊട്ടലിൽ ഇതിനോടകം തന്നെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. 200-ൽ അധികം ആളുകളെ കണ്ടെത്താൻ ഇനിയുമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു വിവരം കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. 2 പേർ, വി അരുൺ, അതായത് സൈന്യത്തിന്റെ സ്ഥിരീകരണത്തിൽ മറ്റു കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അഭിലാഷ്, വിനോദ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ ആർമിയുടെ PRO ആ ഗ്രൂപ്പിലിട്ട ഒരു വിവരമാണ്. 4 പേരെ രക്ഷപ്പെടുത്തിയത് പടവെട്ടിക്കുന്ന് എന്ന സ്ഥലമാണ്. ജീവനോടെ 4 പേരെ കണ്ടെത്തി പടവെട്ടിക്കുന്ന്. പക്ഷേ ഇവിടെ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ പടവെട്ടിക്കുന്ന് ഈ പ്രദേശത്ത് ഉള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ
അഫക്റ്റഡ് ആയ ഒരു പ്രദേശമാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഓടിക്കേറിയ പ്രദേശമാകാം. എവിടെയാണ് ഈ പടവെട്ടിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി സ്ഥിരീകരണം നമുക്ക് ഉണ്ടാക്കുക. ഏതായാലും ഇത് ഔദ്യോഗികമായുള്ളൊരു വിവരം തന്നെയാണ്, അതിൽ സംശയമില്ല. 4 പേർ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇന്ത്യൻ ആർമി തന്നെയാണ് അവരുടെ ഗ്രൂപ്പിലൂടെ PRO ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന ഗ്രൂപ്പിലൂടെ തന്നെയാണ് അവർ സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത് വളരെ സന്തോഷമുള്ള വാർത്തയാണ്. പടവെട്ടിക്കുന്നിൽ 4 പേർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ പടവെട്ടിക്കുന്ന് എവിടെയെന്ന കാര്യത്തിൽ കുറച്ചുകൂടി സ്ഥിരീകരണം നമ്മൾ അല്പസമയത്തേക്ക് ലഭ്യമാക്കാം. തീർച്ചയായും അതാണ് ഈ പടവെട്ടിക്കുന്ന് എന്ന പ്രദേശം. അത് അരുണിപ്പോൾ ഉള്ളത് പുഞ്ചിരിമട്ടത്താണ്. ഒരുപക്ഷെ തീർച്ചയായും ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അത് ആ പ്രദേശവുമായി ചേർന്ന് നിൽക്കുന്ന ഇടം തന്നെ ആയിരിക്കണം എന്ന് വേണം കരുതാൻ. അത് മാത്രവുമല്ല ഈ കിലോമീറ്ററുകളോളം താഴേക്ക് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി മലയും കുന്നുമൊക്കെ ഇടിഞ്ഞു വീണ് സാഹചര്യമുണ്ട്. ഇവർ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഓടി രക്ഷപ്പെട്ടതാണോ, മറ്റു ഭാഗത്ത് അഭയം തേടിയതാണോ, ഇവർക്ക് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ പറ്റാതെ പോയതാണോ എന്നതിലൊക്കെയാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും സൈന്യത്തിൻ്റെ വിവരമനുസരിച്ച് ഇവരെ ലിഫ്റ്റ് ചെയ്യും, എയർലിഫ്റ്റിങ്ങിനുള്ള ശ്രമം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയ അല്ലെങ്കിൽ കുറച്ച് ദുസ്സഹമായ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ പുറത്തെത്തിക്കാൻ പറ്റാത്ത ആളുകൾ ആയിരിക്കണം എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇനിയും നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ എങ്ങനെയാണ് ഇവർ വന്നത്, ആ പ്രദേശവാസികളായ ആളുകൾ ആണോ എന്നതിലൊക്കെ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ 4 പേർ കുരുങ്ങിപ്പോയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന ഈ പ്രദേശത്തെക്കുറിച്ച് ഇപ്പോൾ അരുൺ നിൽക്കുന്ന പ്രദേശത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ആർമിയുടെ സ്ഥിരീകരണം തന്നെയാണ് ഈ വയനാട് ദൗത്യസംഘം തന്നെയാണ്, വയനാട്ടിൽ തുടരുന്ന ദൗത്യസംഘം തന്നെയാണ് ഈ സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത്. 4 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അതിൽ 2 പുരുഷന്മാരും അതോടൊപ്പം തന്നെ 2 സ്ത്രീകളും ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഒരു പെൺകുട്ടി എന്നാണ് ഇപ്പോൾ ഈ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സ്ഥിരീകരണം. 1 ഗേൾ ഹാവിംഗ് പ്രോബ്ലം ഇൻ ലെഗ് എന്നാണ് ഇപ്പോൾ അവർ പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രായം കുറഞ്ഞ സ്ത്രീയാണോ പെൺകുട്ടിയാണോ യുവതിയാണോ എന്നതിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ മണിക്കൂറിൽ ഈ നിമിഷം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് 4 പേരെ കൂടി കണ്ടെത്തിയിരിക്കുന്നു, 4 പേരെ കൂടി രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം ഇനി ആരും ജീവനോടെ ശേഷിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല, അങ്ങനെയുള്ള എല്ലാവരെയും തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു. പക്ഷേ തെരച്ചിൽ കൂടുതൽ വ്യാപിപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ന് 6 സോണുകളായി തിരിഞ്ഞ് ഉൾപ്പെടെയുള്ള പരിശോധനകളൊക്കെ തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഹെലികോപ്റ്ററുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിശോധനയിലാണ് ഈ 4 പേരെ കൂടി കണ്ടെത്തിയത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. ഇതെല്ലാം സൂചനകളും വിവരങ്ങളും മാത്രമാണ്. സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മേഖലയുടെ പ്രത്യേകത എന്താണ്, ഇവർ ആരൊക്കെയാണ്, ഇവർ മലയാളികൾ തന്നെയാണോ, പുറത്തു നിന്ന് എത്തിയവർ ആണോ, പ്രദേശവാസികളാണോ എന്നതിലൊക്കെ ഈ അല്പസമയത്തിനകം കൂടുതൽ വ്യക്തത കൈവന്നേക്കും.